മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ വെടിവെപ്പാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ദേശങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലിക്കിടെ ചീട്ടുകളി സംഘങ്ങൾ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ വെടിവെപ്പിൽ കലാശിക്കുകയും ചെയ്തത്. CB അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഒരു ചെറിയ തർക്കം, ഒരു ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പിന്നീട് വെടിവെപ്പിൽ കലാശിക്കുന്നു. പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ടോ? വെടിയേറ്റ ലുക്മാന്റെ നില ഇപ്പോൾ എങ്ങനെയാണ്? ടോം, നാട്ടുകാർ തമ്മിലുള്ള, അതായത് രണ്ട് ദേശക്കാർ തമ്മിലുള്ള തർക്കം, അതാണ് ഇപ്പോൾ ഈ എയർ ഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലേക്കും തമ്മിലടിയിലേക്കും ഒക്കെ നീണ്ടിരിക്കുന്നത്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പുളിവെട്ടിക്കാവിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് രണ്ട് ദേശക്കാർ തമ്മിൽ, കൊടശ്ശേരിയും ചെമ്പ്രശ്ശേരിക്കാർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും അവിടെ ചെറിയ തോതിൽ മർദ്ദനവും അല്ലെങ്കിൽ ഉന്തും തള്ളും അത്തരത്തിൽ വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായ സംഭവത്തിന് പകരമായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് മറ്റുള്ളവർ ഇവിടെ എത്തി ഈ ചെമ്പ്രശ്ശേരിക്കാരുടെ അടുത്തെത്തി ഇവിടെ ആക്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള സംഘർഷ സമയത്താണ് എയർ ഗൺ ഉപയോഗിച്ചുള്ള ഈ വെടിവെപ്പ് ഉണ്ടായതും ഈ വെടിവെപ്പിനെ തുടർന്ന് ഒരാൾക്ക്, ലുഖ്മാൻ എന്ന ആൾക്ക് ഗുരുതരമാണ് എന്ന് പറയാനാകില്ല, പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇയാൾ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ്. ഇതിനു പുറമെ അവിടെ ഉണ്ടായിരുന്ന 10-20ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരവുമുണ്ട്. ഈ പരസ്പരം ഉള്ള തർക്കം അത് തല്ലി തീർക്കണമെന്ന ചിന്താഗതിയിൽ ഇവർ ഇരുമ്പുപടിയും മറ്റുമൊക്കെ കൈവശം വെച്ചാണ് ഉത്സവത്തിന് വന്നത് എന്നാണ് നമുക്ക് പ്രദേശത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും തല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു കാരണമുണ്ടാക്കും. ആ കാരണം പറഞ്ഞ് തല്ലും. അതെല്ലാം പക്ഷേ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും അവസാനമായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അത് തന്നെയാണ് അനുമോദ്. കാരണം നമുക്കറിയാം, പല ക്ഷേത്ര ഉത്സവങ്ങളിലും രണ്ട് ദേശങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, സംഘർഷം ഉണ്ടാകാറുണ്ട്. അനുമോദ് സൂചിപ്പിച്ച, പക്ഷെ ഇത് കൈവിട്ടു പോകുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ. ഒടുവിൽ അത് തോക്കുമായി എത്തി, എയർഗണ്ണുമായി എത്തി വെടിവെക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമായി തന്നെ കാണേണ്ടതില്ലേ? കൊലപ്പെടുത്തുകയായിരുന്നോ ഈ അക്രമിയുടെ ലക്ഷ്യം? എയർ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചാൽ അതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഉണ്ടാകുമെന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടായിരിക്കില്ല. നേരെ മറിച്ച് പരിക്കേൽപ്പിക്കുക, ആക്രമിക്കുക എന്ന ഉദ്ദേശം വെച്ച് തന്നെയായിരിക്കാം ഈ രണ്ട് സംഘങ്ങളും അല്ലെങ്കിൽ ഈ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഇരുമ്പുതണ്ടും ഈ എയർഗണ്ണൊന്നും കൈവശം ഉത്സവത്തിന് വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അന്ന് തിങ്കളാഴ്ച ഉണ്ടായ ആ സംഘർഷത്തിന് പകരമായിട്ട് അവരുടെ നാട്ടിൽ വെച്ച് ഞങ്ങളും തിരിച്ചു തല്ലും എന്ന തരത്തിലുള്ളൊരു ചിന്താഗതി തന്നെയായിരിക്കാം അതുതന്നെ ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ വലിയ പരിക്കുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പലരും ഈ വിഷയം ഉണ്ടായതിനെ തുടർന്ന് ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. കാരണം എയർഗണ്ണ് ഉപയോഗിക്കുന്നതിന് സാധാരണഗതിയിൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ജീവന് അപകടമാകുന്ന തരത്തിൽ, ജീവന് ഹാനി വരുന്ന തരത്തിൽ ഏത് ആയുധം ഉപയോഗിച്ചാലും അത് കുറ്റകരമായ ഒരു സാഹചര്യം തന്നെ എതിർക്കുക. പോലീസിന് അതിന് വധശ്രമത്തിന് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഈ മേഖലയിലുള്ള പലരും ഒളിവിലായതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ടോം, അനുമോദ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, രണ്ട് ദേശത്തുള്ളവരും സംഘടിച്ച് നിൽക്കുന്നുണ്ട്. അത് ഇതിനു മുൻപും ഇത് പതിവായി ഇതുപോലെ ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടാകാറുള്ളതാണോ? ഈ ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണോ ഈ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുകയും പിന്നീട് അത് വെടിവെയ്പ്പ് വരെയും കലാശിക്കുന്ന സംഭവത്തിലേക്ക് വരെ എത്തിച്ച് ഈ കേസിൽ പിന്നിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ലഹരി സംഘങ്ങൾക്കോ ബന്ധമുണ്ടോ? അതോ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഘർഷം അത് വലിയ രീതിയിൽ അക്രമമായി മാറുന്നു, അങ്ങനെയാണോ കരുതേണ്ടത്? ഈ അക്രമം നടത്തിയവർ സ്വാഭാവികമായിട്ടും ഏത് ലഹരിയിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അക്രമം തന്നെ ലഹരിയാക്കി കഴിഞ്ഞാൽ അതിന് ചെറിയ പിന്തുണ മാത്രം മതി മറ്റ് ലഹരികളിൽ നിന്ന്. സ്വാഭാവികമായിട്ടും വെല്ലുവിളിയും അതേപോലെ നാട്ടുകാർ തമ്മിലുള്ള സംഘർഷമൊക്കെ അവരെക്കാൾ കരുത്ത് ഞങ്ങൾക്കാണ് എന്ന് കാണിക്കാവുന്ന ഒരു വാശിപ്പുറത്തുണ്ടാകുന്ന തുടർച്ചയായ സംഭവങ്ങളാണ്.
ഇവിടെ ഈ കേസിൽ ഉൾപ്പെട്ടവരെ കുറിച്ച് പോലീസ് പക്ഷേ അത്തരത്തിലൊരു വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. എന്തായാലും ലഹരിക്ക് അടിമപ്പെട്ട ആരെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാകാതിരിക്കില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം സമീപകാലത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ എല്ലായിടത്തും ലഹരി ശൃംഖലയുടെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്കത് സഹകരിച്ച് പോകാൻ കഴിയാതെ പ്രതിഷേധത്തിൽ അത് വലിയ തോതിൽ പൊട്ടിത്തെറിയിലേക്കും കയ്യാങ്കളിയിലേക്ക് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ ക്രിമിനൽ സംഘങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. നാട്ടുകാർ തമ്മിലുണ്ടായ തർക്കം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ ആ തർക്കം ഇത്രയും വലിയൊരു പ്രശ്നമാക്കിയതിന് പിന്നിൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് ഇല്ല എന്നോ ഉണ്ടോ എന്ന് പറയും. പക്ഷേ സാന്നിധ്യം ഉണ്ടാകാൻ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. ടോം. യെസ്, CV അനുമോദാണ് മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു, കഴുത്തിനാണ് പരിക്കേറ്റത്. 2 ദേശങ്ങൾ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള തർക്കമായിരുന്നു ഈ രീതിയിൽ വെടിവെപ്പിൽ വരെയും കലാശിക്കാൻ കാരണമായത്.